കൃഷി കാട്ടുപോത്തും വരും, ആന വരും. അങ്ങനെ 10-300 മരം നമ്മുടെ അടയ്ക്കമരം നേരത്തെ കളഞ്ഞു. ഇതുപോലെ വലിയ മരങ്ങൾ. അതാണ് കയറാതെ സ്വന്തമായിട്ടിട്ടാ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ കിടക്കാമല്ലോ. പെൻസിങ് കണ്ടു വീട്ടറിഞ്ഞേച്ച് പോകാൻ നിവർത്തിയില്ലല്ലോ. അതിലിങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. റീബിൽഡ് കേരളയുടെ ഭാഗമായി വനാതിർത്തിയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഒഴിപ്പിക്കാൻ പദ്ധതിയിട്ട ഒരു മേഖലയാണ് കാന്തല്ലൂർ. ആ കാന്തല്ലൂരിലെ പുതുവെട്ടിയാണിത്. ഇവിടെ ആകെ ഒഴിഞ്ഞുപോയിരിക്കുന്നത് ഒരേ ഒരു കുടുംബം മാത്രം. 10-ലധികം പേർ ഇപ്പോഴും വലിയ കാട്ടാനശല്യത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. കാരണം ഈ പദ്ധതിയോട് ജനങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഫോറസ്റ്റിലേക്ക് അവർ കാശ് കൊടുത്ത സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്. അതൊരു കവളിപ്പീര. അങ്ങനെ അക്കരെ ഒരു വീടുണ്ടായിരുന്നു, അത് ഫോറസ്റ്റിലേക്ക് കൊടുത്തു പോയി. പിന്നെ മേളിലൊരു വക്കീലെന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയും പോയി. ബാക്കിയുള്ളവരൊക്കെ നിലവിൽ ഇവിടെ തന്നെ. എന്താ ചേട്ടനൊക്കെ കൊടുക്കാതെ? എനിക്ക് സർക്കാരിന് വിശ്വാസമല്ല, ഇത് കൊടുത്തില്ല. കാരണം കാശ് കിട്ടുന്ന ഉറപ്പില്ല. എങ്ങനെയും ഈ കടം വീട്ടാൽ അവർ ചോദിച്ചു 15 ലക്ഷം തരാം ഒഴിവാകുകയാണെങ്കിൽ പറഞ്ഞു. അതും കൊണ്ടിട്ട് ഈ 12-13 ലക്ഷം ഞങ്ങൾ ബാങ്കിൽ കട അടയ്ക്കുവോ അല്ല എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം മേടിച്ച് ഒരു പെര വയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നവകീകരണം പദ്ധതി എവിടെ പാളിയെന്നത് നമുക്ക് ഈ പുതുവെട്ടിൽ നിന്ന് പഠിക്കാം. ഇവിടെ വനം വകുപ്പിന് ഭൂമിയും വീടും സ്വമേധയാ നൽകി മടങ്ങാൻ തയ്യാറായവർ നിരവധി പേരാണ്. ഒടുവിൽ അവർ പിന്മാറി. അതിന് ഉചിതമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പകരം ഇവിടെ 2.5 ഏക്കറുള്ളവർക്ക് 1 ഏക്കറെങ്കിലും സ്ഥലം മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ കൃഷിയും ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ലൈഫ് മിഷനിൽ കൂടെ വീടും വയ്ക്കാൻ പറ്റും. അവർ ഇതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇവിടെ മാറി താമസിക്കുകയുള്ളൂ. പിന്നെ ഏറെക്കുറെ സ്ഥലങ്ങൾക്ക് ഇവിടെ പട്ടയങ്ങളില്ല. പട്ടയങ്ങളില്ലാത്ത സ്ഥലത്തിന് ഒരു പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ പട്ടയം കൊടുക്കാത്ത സർക്കാരിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് ആൾക്കാരുടെ കുഴപ്പമില്ല. നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ജീവൻ തന്നെ പണയത്തിലാണ്. ഏത് സമയത്ത് തന്നെ വരാം. എന്ത് ചെയ്യാൻ പറ്റും? വേറെ സ്ഥലത്തേക്ക് എങ്ങനെ മാറി താമസിക്കാൻ പറ്റും? ഓരോ ഇടത്തും ഓരോരോ കാരണങ്ങളാണ്. പരിഹരിക്കേണ്ടത് സർക്കാരാണ്. അല്ലെങ്കിൽ ഈ വല്ലാത്ത സംഘർഷങ്ങൾക്കിടയിൽപ്പെട്ട് ജനങ്ങളാണ് ഇല്ലാതാകുന്നത്. കാന്തല്ലൂരിൽ നിന്നും ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.